ഏപ്രിൽ 10th വരെ ഈ ഫോറം ഓപ്പൺ ആയിരിക്കും പലതരത്തിലും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ ഫോണിലായാലും ഇൻ്റർനെറ്റിലായാലും നേരെ ആയാലും വർത്തമാനത്തിലായാലും എല്ലാം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, അത് ചർച്ച ചെയ്തിട്ട് അതിൽ എന്താണ് ചെയ്യുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ ചെയ്യുന്നതേ പറയൂ, പറയുന്നതെല്ലാം ചെയ്തേക്കും. അപ്പോൾ അതിന് നമ്മൾ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തോട് നമ്മൾ പറയുകയാണ് ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവിൽ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഏതൊക്കെ ചെയ്യാൻ കഴിയും, ഏതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ക്രിയേറ്റ് ചെയ്യുക. ഈ 10-ാം തീയതിക്ക് മുമ്പ് ആളുകളുടെ എല്ലാ അഭിപ്രായങ്ങളും, നമുക്ക് അഭിപ്രായം ഇല്ലയെന്നല്ല, നമുക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ അത് ഓതൻറ്റിക്കായിട്ടൊരു ക്രോഡീകരിച്ച ആശയങ്ങൾ, ആവശ്യങ്ങൾ അതെങ്ങനെ നിറവേറ്റാൻ കഴിയും എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനമായ ഉദ്ദേശം. ഇതിൽ രാഷ്ട്രീയത്തിന് മുകളിൽ രാഷ്ട്രീയ പാർട്ടികളില്ലാത്തവർക്കുമൊക്കെ സഹകരിക്കാം, നമ്മളാരെയും ഒഴിവാക്കുന്നില്ല. അപ്പോൾ ജനങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരിക, അത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അദ്ദേഹം അതെങ്ങനെ ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കത് മാത്രമേ ഉദ്ദേശമുള്ളൂ. തിരുവനന്തപുരം എങ്ങനെ നന്നാകണം, കേരളം എങ്ങനെ നന്നാകണം, ഇന്ത്യ എങ്ങനെ നന്നാകണമെന്ന് മാത്രം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എന്നോട് ഈ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിന് സമ്മതിച്ചത്. അതാണ് ഗുണം. ഒരു പാർട്ടി ഇല്ലാത്തത് കൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരാണ് നല്ലത് എന്ന് വിചാരിച്ചാൽ അവരോട് സഹകരിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയതും ഇത് സഹകരിക്കാമെന്ന് സമ്മതിച്ചത്. വളരെ നന്ദി. അടുത്തത് കലിതുള്ളുന്ന കടലിന് മുന്നിൽ നിസ്സഹായരായവർ, കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നവർ, മാലിന്യ കൂമ്പാരത്തിനിടയിൽ പെട്ടുപോയവർ, തകർന്ന റോഡുകളും പണിതീരാത്ത പാലങ്ങൾ, വളർച്ച മുരടിച്ചൊരു നഗരം. തിരുവനന്തപുരവും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നാടിന്റെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും അവർ കൊതിക്കുന്നുണ്ട്. വികസനത്തിന്റെ പാതയിൽ അതിവേഗം കുതിക്കാനൊരുങ്ങുകയാണ് തിരുവനന്തപുരം. രാജ്യത്തെ ആകെ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുജന മനസ്സുകൂടി അറിഞ്ഞുള്ള പദ്ധതി ആവിഷ്കരണമാണ് ഇവിടെ വേണ്ടത്. ഇനി കാര്യം നടക്കും. നാടിന്റെ വികസനത്തിൽ നിങ്ങൾക്കും ഭാഗമാകാം. ഇനി നമുക്ക് തീരുമാനിക്കാം എന്താണ് കാര്യം. എനിക്ക് അങ്ങനെ ഒന്നും ആഡ് ചെയ്യാനില്ല. ബട്ട് ഞാൻ 3 ദിവസം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ എത്തിക്കഴിഞ്ഞ് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസി എല്ലാവരെയും മീറ്റ് ചെയ്യാൻ ശ്രമിച്ച് എല്ലാവരുടെയും കുറേ വിഷമങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ എനിക്കിതൊരു മത്സരമായിട്ടല്ല ഞാൻ ഇപ്പോൾ കാണുന്നത്. ഇത് എനിക്ക് ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിഷൻ, തിരുവനന്തപുരത്തിന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് മാറ്റം വേണ്ടത്, എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്നോളജി ഹബ്, ഒരു നോളജ് റിസർച്ച് ഹബ്, ടൂറിസം, സ്പോർട്സ്, ബ്ലൂ ഇക്കോണമി, അങ്ങനെ കുറേ ഒരു ഹൈ ലെവൽ ഐഡിയാസ് ഉണ്ട്. ബട്ട് ഞാനിപ്പോൾ ഈ 23-24 ദിവസം ജനങ്ങളെയും എല്ലാം മീറ്റ് ചെയ്തപ്പോൾ എത്രയോ വിഷമങ്ങളുണ്ട്. 5, 8, 10 കൊല്ലമായിട്ട് ഇതിൻ്റെ പരിഹാരം എടുക്കാത്ത വിഷമങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ടി.പി. ശ്രീനിവാസ് സാറിൻ്റെ ലീഡർഷിപ്പിൽ എന്താണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എന്താണ് ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എൻ്റെ അടുത്തുനിന്ന് അടുത്ത 5 കൊല്ലം, ആ ഡോക്യുമെൻ്റ് എല്ലാവരും സജഷൻസ് തരിക. ആ ഡോക്യുമെൻ്റ് ഫൈനലൈസ് ആയിട്ട് അത് ആയിരിക്കും എൻ്റെ ഒരു കോൺട്രാക്റ്റ്. തിരുവനന്തപുരത്തിൻ്റെ ജനങ്ങൾ ഞാൻ ഇത് 5 കൊല്ലത്തിൽ ഞാൻ ചെയ്യും, അത് ചെയ്തേ പറ്റൂ, അത് ചെയ്യാൻ താല്പര്യമുണ്ട്, കഴിവുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഡോക്യുമെൻ്റ് ആയിരിക്കും എൻ്റെ പെർഫോമൻസിനെ അസസ് ചെയ്യാനൊരു ഡോക്യുമെൻ്റ്.
ഞാൻ ആദ്യം 18 കൊല്ലമായിട്ട് MP ആയി, എല്ലാവർക്കും അറിയാം. എല്ലാ ടേമിലും ഞാൻ ആദ്യത്തെ MP ആയിരുന്നു ഈ റിപ്പോർട്ട് കാർഡ് പബ്ലിഷ് ചെയ്യുന്ന MP. ഞാൻ ഇത് കഴിഞ്ഞ 18 കൊല്ലത്തിൽ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ വിഷൻ ഡോക്യുമെൻ്റ് ഒരു സിറ്റിസൻസിൻ്റെയും ജനങ്ങളുടെ ഒരു ഡോക്യുമെൻ്റായി ഞാൻ ഡെലിവർ ചെയ്യാൻ പോകുന്ന ഒരു ഡോക്യുമെൻ്റ് ആവുമെന്ന് ഞാൻ കരുതുന്നു. വേറൊന്നും പറയാനില്ല. ഇതിൻ്റെ എല്ലാവരും ഈ മെസ്സേജ് എല്ലാവരുടെ അടുത്ത് എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. അത് ഞാനിപ്പോൾ എല്ലാ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, വിഷമങ്ങളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേൾക്കുന്നതെല്ലാം ഞാനും ടാബ്ലറ്റ് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഇമ്മീഡിയറ്റ്ലി എന്താ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് ആ ഇൻട്രാക്ഷൻ വിൽ കണ്ടിന്യൂ. അത് 25-ാം തീയതി 23-ാം തീയതി വരെ ആ ഇൻട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു ഡോക്യുമെൻ്റ് 10 മുതൽ 13-14 വരെ ഒരു ഫൈനലൈസ് ആയ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. എല്ലാവരും കാണാൻ പറ്റുന്ന, വായിക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു നിയോഗമായി മാറിയിട്ടുണ്ട്. അത് ഇനി ഞാൻ ഇപ്പോൾ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത്. ഇങ്ങനൊരു നെഗ്ലിജൻസും ഇങ്ങനൊരു ഡിക്ലൈൻ അതിന് മാറ്റണം. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യും. MP ആയാൽ മിനിസ്റ്റർ ആയാൽ ചെയ്യാൻ കഴിവ് ജാസ്തി, അത് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു കോമൺ സെൻസ് ആണല്ലോ. ഇല്ല, ഇതിപ്പോൾ കുറച്ച് ജാസ്തിയായിപ്പോയി. 15 കൊല്ലമായിട്ട് ആരും ഒന്നും ചോദിച്ചില്ല. ഇപ്പോൾ യു വോണ്ട് ടൈം ബൗണ്ട്, മിനിറ്റ് ബൗണ്ട്, അവർ ബൗണ്ട്. ഞാൻ പറയുന്നത് 5 കൊല്ലത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അതിൽ ടൈം ബൗണ്ട് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ടൈം ബൗണ്ട് ആക്കാം. ബട്ട് ഈ 5 കൊല്ലത്തിൽ ഞാൻ ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പ്രാവശ്യമല്ലേ തിരുവനന്തപുരം കാണുന്നത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു കാൻഡിഡേറ്റ് അല്ലേ. അതന്നെ ഒരു മുമ്പോട്ട് പോകുന്ന ഒരു ചേഞ്ചാണ്. അതുകൊണ്ട് വെറെവർ പോസിബിൾ അതിൽ ടൈം ഇടാൻ ഞാൻ നോക്കാം. ബട്ട് ഇതന്നെ ഒരു വലിയൊരു എനിക്ക് തോന്നുന്നു ഒരു കോൺട്രാക്ട് മാതിരി, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതുവരെ 20-25 കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് ആരും ഒരു MP കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, തരാൻ തയ്യാറാണ്. അല്ല, അത് ശരിയാ. ഓക്കെ, ഐ വിഡ്രോ ദാറ്റ്. അത് ശരിയാ. അല്ല, പറഞ്ഞത് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ ഈ ഡോക്യുമെൻ്റ് ഇടാം. അതുകൊണ്ട് ആ ഒരു മെഷർ ചെയ്താൽ മതി. പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ, ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ചെയ്യുന്ന ആളാണ്, അത് ഞാൻ ഈ ഡോക്യുമെൻറ്റിൽ പറയാം. ഇതെല്ലാം ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ്. ഞാൻ വെറുതെ എൻ്റെ 18 കൊല്ലം രാഷ്ട്രീയത്തിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറയുമ്പോൾ ഞാൻ പെർഫോം ചെയ്യുന്ന MP ആയിരുന്നു, ആവും. ഇതാവാൻ പോകുന്നത് തിരുവനന്തപുരത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിജയം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് തീരദേശ മേഖലയിലെ വോട്ടാണ്. കഴിഞ്ഞ ദിവസം നെഹ്റു ആർച്ച് ബിഷപ്പ് തോമസ് ഏറ്റവും പരാമർശ അദ്ദേഹത്തിൻ്റെ നടത്തിയത് താങ്കൾ ശ്രദ്ധയപ്പെട്ടിരുന്നു. ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ അത് അവർക്ക് ആശങ്ക എത്തിക്കുന്നുണ്ട്. അതിലെങ്ങനെയാണ് താങ്കൾ ഞാനത് ആദ്യം പറഞ്ഞതല്ലേ, ഈ ആശങ്ക എന്ന് പറയുന്നത് എല്ലാവരും ഒരു പോയിസൺ ചെയ്ത് ഇത് 10, 20, 30 കൊല്ലമായിട്ട് ഇതിങ്ങനെ പ്രോപ്പഗാൻഡ നടത്തുന്നതല്ലേ ചില 2 പാർട്ടീസ്. ഈ ഇലക്ഷൻ ടൈമിൽ പെർഫോമൻസിൻ്റെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും, ഈ പെർഫോമൻസ് മാത്രം ഡിസ്കസ് ചെയ്യില്ല. 8 കൊല്ലം ഇവിടെ CPI എന്ത് ചെയ്തു, 10 കൊല്ലം കോൺഗ്രസിന് ഒരു അവസരം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു, ഇവിടുത്തെ MP 5 കൊല്ലം മിനിസ്റ്റർ ആയിരുന്നല്ലോ, അപ്പോൾ എന്ത് ചെയ്തു, അതൊന്നും പറയില്ല. ഇങ്ങനെ ഓരോരോ ഫോൾസ്ഹുഡ്സും സ്പ്രെഡ് ചെയ്ത് ജനങ്ങളെ പേടിപ്പിക്കാനാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. ഞങ്ങളത് ട്രൂത്ത് പറയും, ഇതാണ് ട്രൂത്ത്, ഇതാണ് ഫാക്റ്റ്. അല്ല, ആ ഇഷ്യൂ അറിഞ്ഞില്ല, ഇതൊരു ഇയർ എൻഡിങ് ഇഷ്യൂ ആയിരുന്നു. അവർ ഇയർ എൻഡിങ് അത് പത്തനംതിട്ട അഡ്മിനിസ്ട്രേഷൻ ചെയ്തു. സെയിം ഇയർ എൻഡിങ് 2 ദിവസം നമുക്ക് പണിയെടുക്കണം. അതിനെപ്പറ്റി ആരും പറഞ്ഞില്ല. അത് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ക്ലാരിഫൈ ചെയ്തു, അത് മാറ്റി. ഒരു പിന്നെ
അതിൽ എത്രയോ പ്രാവശ്യം ക്ലാരിഫൈ ചെയ്തതാണ്. അനു, അതായത് അത് ദേശീയ തലത്തിൽ തന്നെ ഒരു മണിപ്പൂർ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു സഭ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വിഷയം തന്നെ പിതാവുമായിട്ട് സംസാരിച്ചു, നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. കടലോര മേഖലയിലുള്ള ആശങ്ക കടലാക്രമണമാണ്. 1-2 മഴയോടെ പെയ്തു കഴിഞ്ഞാൽ 100 കണക്കിന് വീടുകളും അവരുടെ ആരാധനാലയങ്ങളും കടലെടുക്കുമെന്നുള്ളതാണ് കടലോര മേഖലയിൽ ജീവിക്കുന്നവരുടെ ആശങ്ക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് വൈകുന്നേരം അദ്ദേഹം പൊഴിയിൽ പോകുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം അദ്ദേഹം പൊഴിയിൽ പോകുന്നത് BJPയോ അവിടുത്തെ പാർട്ടി പ്രവർത്തകരോ നിശ്ചയിച്ച പരിപാടിക്കല്ല. അദ്ദേഹം ആദ്യത്തെ ദിവസം പൊഴിയൂർ ചെന്ന് 5 ദിവസത്തിനകം ആ പ്രശ്നം പരിഹരിച്ച് അതിനുശേഷം അദ്ദേഹം 3ാമത്തെ തവണ അവിടെ പോകുന്നത്. ഇന്ന് അവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം പോകുന്നത്. മാത്രവുമല്ല 63 ചെറുപ്പക്കാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിൽ ആകൃഷ്ടമായി ലാറ്റിൻ കാത്തലിക്സ് വിഭാഗത്തിൽ നിന്ന് BJP ചേരുന്നുണ്ട്. ഞാൻ നേരത്തെ പറയാത്തതാണ്. അപ്പോൾ കടലോരത്തെ ആശങ്ക എന്ന് പറയുന്നത് കടലാക്രമണമാണ്. ഈ ജൂൺ ജൂലൈയിൽ മഴ കഴിയുമ്പോൾ അവർ വീടുകൾ കാണുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. അതിന് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. പിന്നെ ഇവിടെ ഞാൻ വിത്ത് പെർമിഷൻ അതൊരു സുഹൃത്ത് ചോദിച്ചു, അദ്ദേഹം ജയിച്ചാൽ അല്ലേ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ എന്ന് ചോദിച്ചു. ജയിച്ചാൽ അദ്ദേഹം MP ആവും. സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രാലയത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് മന്ത്രിയാവുമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു MP കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടും. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങ് പരിശോധിച്ച രാജീവേട്ട ഒരിക്കലും പറയില്ല. പക്ഷേ ഈ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ആദ്യമായി ജമ്മു കാശ്മീരിൽ പറന്നിറങ്ങിയത് ഡെക്കോട്ട വിമാനമാണ്. അതിൻ്റെ ചരിത്രവും ആരാണ് പറത്തിയതെന്നൊക്കെ അറിയാമല്ലോ. അത് കാലഹരണപ്പെട്ടു പോയ സമയത്ത് അദ്ദേഹം ആ ഒരു വിമാനം വാങ്ങി എയർഫോഴ്സിന് അദ്ദേഹം അതിനെ കൃത്യമായിട്ട് പറക്കുന്ന തരത്തിലേക്ക് പണി കഴിപ്പിച്ച് അദ്ദേഹം എയർഫോഴ്സിന് കൊടുത്തു. രാജ്യം ഭരിച്ചിരുന്നപ്പോഴാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അന്ന് BJP അല്ല രാജ്യം ഭരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അതിന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായതിന് വാങ്ങി അദ്ദേഹം കൊടുത്തു. അപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, ഇന്ത്യ ഭരിക്കുന്ന BJPയും അല്ല. അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ്റെ മനസ്സ്. മറ്റ് പല കാര്യങ്ങളുണ്ട്, പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞങ്ങളൊക്കെ പൊതുവെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പപ്രായത്തിൽ അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി ഇലക്ട്രോണിക് സാങ്കേതിക സ്വായത്തമാക്കിയിട്ട് വേണമെങ്കിൽ ഏറ്റവും മികച്ച ശമ്പളത്തിന് ആ രാജ്യത്ത് തന്നെ ജോലി ചെയ്യാമായിരുന്നു. അനന്തമായ സാധ്യത ഉണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്യാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വന്നിട്ട് ആ സാങ്കേതികവിദ്യ ഇവിടുത്തെ സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം യൂജിൻ പിതാവുമായിട്ട് സംസാരിച്ചു, യൂജിൻ അച്ഛനുമായിട്ട്, നമ്മൾ ലാറ്റിൻ കാത്തലിക്. ഞാനിവിടെ ഓപ്പണായിട്ട് പറയുക, അദ്ദേഹം ഞങ്ങളോട് 4-5 പേരുന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ BPL ഫോൺ ട്രിവാൻഡ്രത്ത് ലഭിക്കുന്നതിൽ ഒരാൾ നമ്മുടെ ലാറ്റിൻ കാത്തലിക് സഭയുടെ വെള്ളയമ്പലത്തിലെ ഫാദർ, സീനിയർ ഫാദർ യൂജിൻ പിതാവാണ്, അവരുടെ വികാരി ജനറൽ. അദ്ദേഹത്തിനാണ് ലഭിക്കുന്നത്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കാണ് ആദ്യത്തെ ഫോൺ ലഭിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വായത്തമാക്കിയ സാങ്കേതികവിദ്യ പതിറ്റാണ്ടുകൾക്ക് മുമ്പിന് നാടിന്, ജനിച്ചു വീണ നാടിന് എങ്ങനെ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളോടൊക്കെ പറയുന്നത് ആപ്പിൾ കമ്പനിയെ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. അദ്ദേഹം ഒറീസയിലും ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും കൊണ്ടുവന്ന് 1.5 ലക്ഷം പേർക്ക് ജോലി കൊടുത്ത ഉദാഹരണം ഇവിടെ ഉണ്ട്. അതിൽ 70% സ്ത്രീകളാണ്. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, 100 ഏക്കർ സ്ഥലം വേണ്ടേ കേരളത്തിൽ? അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞങ്ങൾക്കറിയില്ല. 1.5 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനത്തിൽ മിനിമം ഒരു 100 ഏക്കർ സ്ഥലം വേണമെന്ന് ഞാൻ മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 3-4 ഏക്കർ മതി. ആ എക്സാമ്പിൾ തമിഴ്നാട്ടിലും ഒറീസയിലും ഉത്തർപ്രദേശിലും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിൽ പവറുണ്ട്, ഞാൻ കേരളത്തിൽ കൊണ്ടുവരും. അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ TP ശ്രീനിവാസനൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു അവസരം ലഭിച്ചാൽ ഒരു MP എന്നുള്ളതൊക്കെ കേന്ദ്രമന്ത്രി എന്നുള്ളതൊക്കെ 5 വർഷം ഓരോ ദിവസവും ചെയ്യാനുള്ള ഒരു പ്ലാൻ കയ്യിലുണ്ട്. അതിനൊരു പിന്തുണയാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ തേടുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ ഇറക്കാറുണ്ട്. പിന്നെ അവരത് തട്ടിയെടുത്ത് നോക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്താണ്. പക്ഷെ അതിലൊന്നൊരു വ്യത്യസ്തമായ ഒരു ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ധാരാളം വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി ധൈര്യത്തോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും പ്രതിനിധിയായാണ് ശ്രീ രാജീവ് ജി ഇവിടെ മത്സരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോയി വോട്ട് ചോദിച്ച് തൊഴുത് പോവുക മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത്. ഓരോ വിഭാഗത്തെ കണ്ടും അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളടക്കം ചോദിച്ച് അതിന് പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കി അത് കുറിച്ചെടുത്ത് തീർച്ചയായും വളരെ ആത്മാർത്ഥമായുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം ഈ നഗരത്തിന്, ഈ നഗരവാസികൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് അവസരം ലഭിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ഈ പ്രകടന പത്രിക
നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. പൂർണ്ണമായി നടപ്പാക്കുന്ന ഒരു സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം ഇതുവരെ ചെയ്തിട്ടുള്ളത്, നാളെ ചെയ്യാൻ പോകുന്നതും.